സനോജ്, അല്പസമയത്തിനുള്ളിൽ ആ ഓളപ്പരപ്പുകൾ ആവേശം ഇരട്ടിയാകും. മിന്നൽ വേഗത്തിൽ കുതിക്കാനൊരുങ്ങി ജലരാജാക്കന്മാർ ഒരുങ്ങും. എന്തൊക്കെയാണ് വിവരങ്ങൾ? വളരെ കുറഞ്ഞ മണിക്കൂറുകൾ മാത്രമാണ് മത്സരത്തിന് വേണ്ടി ഇനി അവശേഷിക്കുന്നത്. ഇത്തവണത്തെ ജലരാജാക്കന്മാർ ആരാണെന്നറിയാൻ ഇനി വൈകുന്നേരം 5 മണി വരെ മാത്രമാണ് കാത്തിരിക്കേണ്ടതുള്ളത്. ഇന്നിപ്പോൾ ഞാനുള്ളത് പുന്നമട ഫിനിഷിംഗ് പോയിന്റിന് സമീപമാണ്. ഇവിടെയാണ് ഫിനിഷിംഗ് പോയിന്റ്. ഇത്തവണ 22 ചുണ്ടൻ വള്ളങ്ങളാണ് മത്സരിക്കുന്നത്. ഈ 22 ചുണ്ടൻ വള്ളങ്ങളിൽ ആര് ജേതാക്കളാവുമെന്ന് അറിയാൻ വേണ്ടിയുള്ള ആവേശകരമായ കാത്തിരിപ്പിലാണ് ഇവിടുത്തെയുള്ള വള്ളംകളി പ്രേമികൾ എന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രധാനമായും മത്സരിക്കുന്ന 22 വള്ളങ്ങളുടെ പേരുവിവരങ്ങൾ പറയുകയാണെങ്കിൽ, അതായത് ഒന്ന് തലവടി ചുണ്ടൻ കൈനകരി വില്ലേജ് ബോട്ട് ക്ലബ്ബാണ്. രണ്ടാമത് കരുവാറ്റ ശ്രീവിനായകൻ KTBC ഫാൻസ് ക്ലബ്ബാണ് തുഴയുന്നത്. ആയാമ്പറമ്പ് പാണ്ടി IBRA കൊച്ചിയാണ് തുഴയുന്നത്. വിയ്യപുരം ചുണ്ടൻ UBC കൈനകരിയാണ്. ആയാമ്പറമ്പ് വലിയ ദിവാഞ്ചി ബോട്ട് ക്ലബ്ബാണ്. ചമ്പക്കുളം ചുണ്ടൻ ചമ്പക്കുളം ബോട്ട് ക്ലബ്ബാണ്. ജവഹർ തായങ്കരി നാട്ടകം ഫാൻസ് ബോട്ട് ക്ലബ്ബാണ്. വെള്ളം കുളങ്ങര SH ബോട്ട് ക്ലബ്ബാണ്. പാർത്തൻ ജൂനിയർ കൈനകരി ബോട്ട് ക്ലബ്ബാണ്. നടുഭാഗം ചുണ്ടൻ PBC പുന്നമടയാണ്. പായ്പാടം 2 പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബാണ്. മേൽപ്പാടം ചുണ്ടൻ PBC പള്ളാത്തുരുത്തിയാണ്. സെൻറ്റ് പയസ് ബോട്ട് ക്ലബ്ബാണ് തുഴയുന്നത്. കാരിച്ചാൽ ചുണ്ടൻ തെക്കേക്കര ബോട്ട് ക്ലബ്ബാണ്. ചെറുതന ചുണ്ടൻ നാട്ടകം ബോട്ട് ക്ലബ്ബാണ്. ആരോമൽ ചുണ്ടൻ ആരോമ ബോട്ട് ക്ലബ്ബാണ്. നിരണം ചുണ്ടൻ നിരണം ബോട്ട് ക്ലബ്ബാണ്. പുണ്യാളം നിരണം കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബാണ്. ആർപ്പൂക്കര ചുണ്ടനെ കുറിച്ച് പറയുമ്പോൾ ഇത്തവണ പുതിയ വള്ളവുമായി ഇറങ്ങുകയാണ്. കഴിഞ്ഞ തവണ 2ാം സ്ഥാനത്തെത്തിയ ഇമാനുവൽ ബോട്ട് ക്ലബ്ബാണ്. കുമരകം ഇമാനുവൽ ബോട്ട് ക്ലബ്ബാണ് ആർപ്പൂക്കര ചുണ്ടന് ഇത്തവണ തുഴയുന്നത്. കരുവാറ്റ ചുണ്ടൻ GLC ബോട്ട് ക്ലബ്ബ് ചെറുതനെയാണ്. ആലപ്പാടൻ ചുണ്ടൻ സെൻറ്റ് ജോൺസ് ബോട്ട് ക്ലബ്ബ് തെക്കേക്കരയാണ്. ആനാരി ചുണ്ടൻ ആനാരി ബോട്ട് ക്ലബ്ബാണ്. അങ്ങനെ 22 വള്ളങ്ങൾ മാറ്റുരയ്ക്കുന്ന ഈ ജലമാമാങ്കത്തിൽ ഇത്തവണ ആര് ജലരാജാക്കന്മാരാകുമെന്നറിയാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇവിടുത്തെ വള്ളംകളി പ്രേമികൾ എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും വലിയ ആവേശകരമാണ്. ഇപ്പോൾ നമുക്കറിയാം പവലിയനൊക്കെ ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. വരും മണിക്കൂറുകളിൽ ഈ പവലിയനെല്ലാം ആളുകളെ കൊണ്ട് തിങ്ങി നിറയുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത്രത്തോളം ആവേശകരമായൊരു കാര്യങ്ങളിലേക്ക് ഈ വള്ളംകളിയുടെ മത്സരം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. തയ്യാറെടുപ്പുകളൊക്കെ തന്നെ ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ റിപ്പോർട്ടർ സിജു കൂടിയുണ്ട്. സിജുവിനോടുകൂടി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ കഴിയും. ഉമ.